കാട്ടാനശല്യം രൂക്ഷമായതോടെ മൂന്നാറിന് സമാനമായ നിരീക്ഷണം ചിന്നക്കനാലിലും ഏർപ്പെടുത്തുവാൻ വനംവകുപ്പ് തയ്യാറാവണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. മൂന്നാറിലെ പോലെ ചിന്നക്കനാലിലും സ്പെഷ്യൽ RRT ടീമിനെ നിയോഗിക്കണമെന്നും ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. 30ഓളം കാട്ടാനകളുടെ കൂട്ടമാണ് ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിൽ തുടർച്ചയായി നാശനഷ്ടം വരുത്തുന്നത്. ഇതിൽ ഏറ്റവും അധികം ആക്രമണം അഴിച്ചുവിടുന്നത് ചക്കക്കൊമ്പൻ, മുറിവാലൻ എന്നീ കാട്ടാനകളാണ്. കാട്ടിനുള്ളിൽ ജലമില്ലാതായതും ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുവാൻ കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പന്നിയാറിലെ റേഷൻ കട, 301 കോളനിയിലെ വീട് എന്നിവ കാട്ടാന തകർത്തിരുന്നു. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവായതോടെ നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൂന്നാറിൽ പടയപ്പയെ സ്ഥിരമായി നിരീക്ഷിക്കുവാൻ വനംവകുപ്പ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമാന രീതിയിൽ ചിന്നക്കനാലിലും നിരീക്ഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2 മാസമായിട്ട് ആനകളെല്ലാം BL റാവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വനം വകുപ്പിൻ്റെ അനാസ്ഥ ഇതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. മൂന്നാറിൽ ഇപ്പം ഡ്രോണ് മുതലായവ വെച്ച് നിരീക്ഷണം നടത്തുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. BL റാവിൽ ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചു. ഇപ്പോൾ ആന 2 ദിവസമായിട്ട് സിംഗ് കണ്ടെത്തിയേക്കുവാണ്. അതുകൊണ്ട് വനം വകുപ്പ് അടിയന്തരമായിട്ട് RRT സംഘത്തെ ചിന്നക്കനാലിൽ സ്ഥിരമായി നിയമിക്കുകയും അവർക്ക് പ്രത്യേകം വണ്ടി കൊടുത്ത് ആനയെ നിരീക്ഷിക്കാനും ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കാതെ ആളുകൾക്ക് ഉപദ്രവമില്ലാതെ ഉള്ള നടപടി വളരെ അടിയന്തരമായിട്ട് വൈൽഡ് ലൈഫ് വാർഡൻ സ്വീകരിക്കണമെന്നാണ് സിംഗകണ്ടത്തെ കൃഷിക്കാർക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്. ശല്യം അതിരൂക്ഷമായതോടെ ജനങ്ങൾ രാത്രിപകൽ വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങുവാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.